അടുത്ത ചാപ്റ്റർ വരുന്നത് 28th ചാപ്റ്റർ ആണ്. ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര് വരുന്നത്. ഇതിൽ നമുക്ക് പറയാനുള്ളത് എന്താണ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ പറയാൻ പറ്റുന്ന ഒരു കാര്യം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഫുഡാണ്. ഫുഡിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്നതാണ്. അത് എനർജി പ്രൊവൈഡിങ് ഫുഡ്സ് ഉണ്ട്, അതിൽ ബോഡി ബിൽഡിംഗ് ഫുഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് റെഗുലേറ്ററി ഫുഡ്. അങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ഭക്ഷിക്കുന്ന ഫുഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ്. എന്താ ന്യൂട്രിയൻസ് എന്ന് പറയാൻ നമ്മുടെ സർവൈവലിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടിയിട്ടും അതുപോലെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടി വരുന്ന ഒരു ഓർഗാനിക് സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം, ന്യൂട്രിയൻസ് എന്ന് പറയാൻ സാധിക്കും. അടുത്ത പറയുന്നത് വൈറ്റമിൻസ് ആണ്. എന്താ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ? വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ട് വരുന്ന, വളരെ ചെറിയ രീതിയിൽ ആവശ്യമായിട്ട് വരുന്ന സബ്സ്റ്റൻസസിനെയാണ്, കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ വൈറ്റമിൻ എന്ന് പറയുന്നത്. അതിൽ വൈറ്റമിൻ B1, B2, B3, B12, C, A, D, K, E ഇത്രയും വൈറ്റമിൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്ത് വരുന്ന മിനറൽസ് ആണ്. എന്താണ് മിനറൽസ് എന്ന് പറഞ്ഞാൽ? മിനറൽസ് പറഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻസ് ആണ്. പല പ്രോപ്പർ നമ്മുടെ ബോഡി ഫംഗ്ഷൻ ചെയ്യാനും വളരാൻ വേണ്ടിയിട്ടും പ്രോപ്പർ ഹെൽത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഓർഗാനിക് എലമെന്റ്സ് ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിനറൽസ് എന്ന് പറയുന്നത്, മൈക്രോ ന്യൂട്രിയൻസ് എന്നതിൽ പറയുന്നത്. അടുത്ത് പറയുന്നത് റഫേജ് ആണ്. റഫേജ് എന്ന് പറഞ്ഞാൽ ഫൈബർ കണ്ടന്റോട് കൂടിയിട്ടുള്ള ചില ഫുഡ് ഐറ്റംസിൽ ഫൈബർ കണ്ടന്റ് ഉണ്ടായിരിക്കും. ആ ഫൈബർ ഉള്ളതിനെയാണ് നമ്മൾ റഫേജ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ വരുന്നത് 2 തരത്തിലുള്ള മരാസ്മസ്, ക്വാഷിയോർക്കർ എന്നുള്ള രീതിയിൽ 2 ഡിസീസസ് അല്ലെങ്കിൽ 2 ഡിസീസസ് വരാനുണ്ടായ സാഹചര്യങ്ങൾ. അതായത് മരാസ്മസ് എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്. കാർബോഹൈഡ്രേറ്റ്സിന്റെ കുറവ് മൂലം, ഫാറ്റിന്റെ കുറവ് മൂലം, പ്രോട്ടീന്റെ കുറവ് മൂലം വരുന്നതിനാണ് മരാസ്മസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വാഷിയോർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തൊരു ഡെഫിഷ്യൻസിയാണ്? മദേഴ്സ് ഫീഡിങ്, അതായത് അമ്മമാര് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബ്രസ്റ്റ് മിൽക്ക്, അതുപോലെ തന്നെ കുറവിന്റെ മൂലം കുട്ടികൾക്ക് വരുന്ന, അതുപോലെ ലോ പ്രോട്ടീൻ മൂലം കുട്ടികൾക്ക് വരുന്ന പരമ്പരാഗത രീതി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു അസുഖത്തിനെയാണ് ക്വാഷിയോർക്കർ എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് ഗോയിറ്റർ ആണ്. ഗോയിറ്റർ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? അയഡിൻ ഡെഫിഷ്യൻസിനെയാണ് നമ്മൾ ഗോയിറ്റർ അല്ലെങ്കിൽ അയഡിൻ ഡെഫിഷ്യൻസി മൂലം നമുക്ക് വരുന്ന, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് കൂടുതലായിട്ട് എൻലാർജ് ചെയ്യുക അല്ലെങ്കിൽ സ്വെല്ല് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതിനാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അടുത്തത് ഒബസിറ്റി ആണ്. നമുക്കറിയാം ഒബസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതലായിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ വരുന്നതാണ്. ഓവർ വെയിറ്റ് മൂലമൊക്കെ വരുന്ന ഒരു അസുഖമാണ്. അല്ലെങ്കിൽ ബൾക്കായിട്ടൊക്കെ നമ്മൾ വരികയാണെങ്കിൽ അതിനെ പറയുന്നത് ഒബസിറ്റി എന്നാണ്. അടുത്ത ഹൈപ്പർ വൈറ്റമിനോസിസ് ആണ്. ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈറ്റമിൻസ് കൂടുതലാവും, എക്സസീവ് ക്വാണ്ടിറ്റീസ് ആവും, വൈറ്റമിൻസിന്റെ അളവ് വളരെ കൂടുതലാവും. കാരണം നമ്മൾ വളരെ കുറച്ച് വൈറ്റമിൻസ് മതി എന്ന്, പക്ഷേ വൈറ്റമിന്റെ അളവ് വളരെ കൂടുതലാവുകയാണെങ്കിൽ അതിനെ പറയുന്നത് ഹൈപ്പർ വൈറ്റമിനോസിസ് ആണ്. അടുത്ത വരുന്നത് റിക്കറ്റ്സ് ആണ്. എന്താണ് റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ? റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം ആണ്. കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി മൂലം കുറവ് വരാൻ കുട്ടികളിൽ വരുന്നതിനാണ് റിക്കറ്റ്സ് എന്ന് പറയാം. നേരെ മറിച്ച് ഓസ്ട്രോമലേഷ്യ എന്ന് പറഞ്ഞാൽ അഡൾട്ടിൽ വരുന്ന ഡെഫിഷ്യൻസിയാണ്. ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം ഇൻ അഡൾട്ട്, വലിയ ആളുകളിൽ സംഭവിക്കുന്ന ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യത്തിനാണ് നമ്മൾ ഓസ്ട്രോമലേഷ്യ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് വെള്ളത്തിന്റെ കേസാണ്. വാട്ടർ നമുക്കറിയാം, വാട്ടറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് വെള്ളം ആവശ്യമാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ 75%, അതുപോലെ അഡൾട്ടൊക്കെ ആണെങ്കിൽ അവർക്ക് 60% വെള്ളം നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. അപ്പോൾ വെള്ളം നിലനിർത്തുക എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത് വരുന്നത് ബാലൻസ്ഡ് ഡയറ്റ് ആണ്. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയാറുണ്ട് ഒരു ഡയറ്റ് എന്ന് പറയുമ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കും. കാരണം കൂടുതലായിട്ട് ഒന്നും പാടില്ല, വൈറ്റമിൻസ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും കൂടുതലാവുമ്പോൾ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വരണം. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ന്യൂട്രിയൻസ് സൂട്ടബിൾ പ്രൊപ്പോർഷൻ ആണ്. എല്ലാ ന്യൂട്രിയൻസും ഒരേ രീതിയിൽ ഒരു സൂട്ടബിൾ പ്രൊപ്പോർഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് നല്ലൊരു എനർജി ആയിട്ട് നല്ലൊരു ഹെൽത്ത് ഒക്കെ വരികയാണെങ്കിൽ അതിനെ പറയുന്നത് എന്താണ്? ബാലൻസ്ഡ് ഡയറ്റ് എന്നാണ്. അടുത്ത ചാപ്റ്റർ വരുന്നത്, അടുത്ത മൊഡ്യൂൾ വരുന്നത് 5th മൊഡ്യൂൾ ആണ്, എമർജിംഗ് ഏരിയാസ് ഇൻ ബയോടെക്നോളജി. അതിൽ 30th ചാപ്റ്റർ വരുന്നത് ബയോടെക്നോളജി ആണ്. ബയോടെക്നോളജി അതിന്റെ അപ്ലിക്കേഷൻസ്, എവിടേക്കാണ് ഈ ബയോടെക്നോളജി അപ്ലൈ ചെയ്യുന്നത്, അതിന്റെ അപ്ലിക്കേഷൻസ് എവിടേക്കാണ് വരുന്നത്? അതിൽ ഹെൽത്ത് ആൻഡ് മെഡിസിൻ എന്നുള്ള രീതി ബയോടെക്നോളജി എന്താ നമുക്കൊന്ന് പറയാൻ പറ്റും. കാരണം ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുകയാണെങ്കിൽ, അത് സൃഷ്ടിക്കുകയാണെങ്കിൽ, ജീവജാലങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഭാഗങ്ങൾ വെച്ചുകൊണ്ട് പുതിയൊരു ഉൽപ്പന്നം സൃഷ്ടിക്കുക അല്ലെങ്കിൽ വികസിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഇനി അത് എവിടേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ഹെൽത്ത് ആൻഡ് മെഡിസിനിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, എൻവയൺമെന്റിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചറിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ ഇൻഡസ്ട്രീസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്രയും സ്ഥലത്താണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്തൊരു പ്രോസസ് പറഞ്ഞാൽ ഫെർമെന്റേഷൻ. എന്താ ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ? ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ബയോ കെമിക്കൽ പ്രോസസ് ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് എനർജി കിട്ടുന്നുണ്ട്. അങ്ങനെ
ഓക്സിജൻ ഇല്ലാത്ത സമയത്ത് കാർബോഹൈഡ്രേറ്റ്സോടെ എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് എന്താ പറയുക ഫെർമെന്റേഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് എ ബയോകെമിക്കൽ പ്രോസസ് ദാറ്റ് ഗെറ്റ്സ് എനർജി ഫ്രം കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ആവശ്യമില്ലാത്ത ഒരവസ്ഥയിൽ എന്താണ് ബയോകെമിക്കൽ പ്രോസസ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത് ആന്റിബയോട്ടിക്സ് ആണ്. ആന്റിബയോട്ടിക്സ് എന്താണ് ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ? ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ബൈ മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസം സൂക്ഷ്മജീവികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് ഇൻഹിബിറ്റ്സ് ഗ്രോത്ത് ഓഫ് അനദർ മൈക്രോ ഓർഗാനിസം. വേറൊരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആന്റിബയോട്ടിക്സ് അപ്ലൈ ചെയ്യുന്നത്. അടുത്ത പറയുന്നത് വാക്സിൻ ആണ്. വാക്സിൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടി, പല അസുഖങ്ങൾ വരുന്നതിനെതിരെയായിട്ട് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വാക്സിൻ എന്ന് പറയുന്നത്. സ്റ്റിമുലേറ്റ് ബോഡീസ് ഇമ്മ്യൂൺ റെസ്പോൺസ് അഗൈൻസ്റ്റ് ഡിസീസസ് ആണ്. അടുത്ത വരുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് റീപ്ലേസിംഗ് ജീൻസ് ആണ്. ജീൻസിനെ റീപ്ലേസ് ചെയ്യുക. ജീനുകളുടെ ഒരേപോലെ കോപ്പികൾ കൃത്രിമമായിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ അത് ജീൻ ലൈബ്രറി സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുക. അതിനാണ് ജീൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഒരേ തരത്തിലുള്ള മറ്റൊരു കോപ്പി എടുത്തു വെക്കുകയാണെങ്കിൽ, ആ ജീൻ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ അതിനെ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത്. ഇനി ഇതിൽ ജീൻ തെറാപ്പി വരുന്നത്. ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെന്റ് ഓൾട്ടർനേഷൻ ഓഫ് ഡിഫക്റ്റീവ് ജീൻ, മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫക്റ്റ് വന്നിട്ടുള്ള ജീനെ മാറ്റി വേറെ ജീന് വയ്ക്കുകയാണെങ്കിൽ അതിനെ ജീൻ തെറാപ്പി എന്നാണ് പറയാം. അതിൽ പലതരത്തിൽ ജീൻ തെറാപ്പി വരുന്നത് സൊമാറ്റിക് ജീൻ തെറാപ്പി, സെക്സൽ ജീൻ തെറാപ്പി, എക്സ് വൈവോ ജീൻ തെറാപ്പി, ഇൻ വൈവോ ജീൻ തെറാപ്പി ആൻഡ് ആന്റി സെൻസ് ജീൻ തെറാപ്പി. ഇത്രയും ജീൻ തെറാപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ലാസ്റ്റ് ചാപ്റ്റർ 31st ചാപ്റ്റർ ആണ് ഇമ്മ്യൂണോ ബയോളജി ആണ്. ഇമ്മ്യൂണോ ബയോളജി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 31st ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്ററിലാണ് വരുന്നത്. അതിൽ വരുന്നത് എന്താണ് ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂൺ സിസ്റ്റം എന്താണ്? നമുക്കറിയാം ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് സെൽസ്, ടിഷ്യൂസ് ആൻഡ് സോളിബിൾ ഫാക്ടേഴ്സ് ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അസുഖത്തിനെതിരെ പ്രതിരോധിക്കാനുള്ള കഴിവിനെയാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി എന്ന് പറയാറ്. ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആന്റിബോഡിയാണ്. നമ്മളിവിടെ പറഞ്ഞ ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു. അപ്പൊ ആന്റിബോഡീസ് എന്താണ്? ആന്റിബോഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോട്ടീൻ മോളിക്യൂൾ. പ്രോട്ടീൻ മോളിക്യൂൾ പ്രൊഡ്യൂസ് ഇൻ ആനിമൽസ് ഇൻ റെസ്പോൺസ് ടു ആൻ ആന്റിജൻ. ഒരു ആന്റിജനെതിരെയായിട്ട് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു മോളിക്യൂൾ പ്രോട്ടീൻ മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ആന്റിബോഡീസ് എന്ന് പറയുക.